ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവും മഹാത്മാഗാന്ധി സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ സിറിയക് തോമസ് തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രാർത്ഥനയിലൂടെ അതിജീവിച്ചതെങ്ങനെയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ ക്രൈസിസിനെ നേരിട്ടത് എൻ്റെ കഴിവുകൊണ്ടാണെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ നിവൃത്തിയില്ല. പ്രാർത്ഥനയുടെ ബലം കൊണ്ടാണ് ഞാൻ അതിനെ നേരിട്ടത്. ദൈവാശ്രയത്തിലാണ് ഞാൻ നേരിട്ടത്. കാരണം പലപ്പോഴും നമുക്ക് എതിരായി വരുന്ന ശക്തികൾ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് നമ്മളെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും നമ്മൾ ശ്രമിക്കുന്നതായി എന്ത് നടപ്പാക്കാൻ ശ്രമിക്കുന്നോ അത് നടപ്പാക്കാതിരിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ വരുമ്പോൾ നമുക്കതിനെ അതിജീവിക്കണമെങ്കിൽ നമ്മളുടെ കഴിവുകൊണ്ട് മാത്രം സാധിക്കില്ല. പലപ്പോഴും നമ്മൾ മാത്രം ഒരു വശത്തും മറ്റെല്ലാ ഘടകങ്ങളും മറുവശത്ത് നിൽക്കുന്ന അവസരങ്ങളുണ്ടാകും. അപ്പം നമുക്ക് പിന്നെ ബലം ദൈവം മാത്രം എന്നുള്ളൊരിത് വരും. അവിടെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് എൻ്റെ വിശ്വാസവും ദൈവാശ്രയ ബോധവും എനിക്ക് ബലമായി കോട്ടയായി വന്നിട്ടുള്ളത്. ഞാനത് 91 സങ്കീർത്തനം, കർത്താവ് എൻ്റെ കോട്ടയും ബലമുള്ള ആശ്രയവും നീ എൻ്റെ സങ്കേതവും എൻ്റെ ദൈവവും എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബലം വരികയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബലം വരികയാണ്. ഒരുപക്ഷെ ഞാനായിരിക്കാം കേരള സർവകലാശാലയിലോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയിൽ ഒരു ക്രൂസിഫിക്സ്, ഒരു കുരിശുരൂപം ഒരു വൈസ് ചാൻസലറുടെയോ പ്രോ വൈസ് ചാൻസലറുടെയോ ഓഫീസ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അത് ഞാൻ പ്രോ വൈസ് ചാൻസലറായി തിരുവനന്തപുരത്തിന് പോകുമ്പോൾ പാലാ രൂപതയുടെ വികാരി ജനറലായിരുന്ന കാലം ചെയ്ത മോൺസിഞ്ഞോർ ജോസഫ് മറ്റത്തിലച്ഛനാണ്. അച്ഛനെൻ്റെ ഒരു ഗുരുതുല്യനായ ആളാണ്. ഞാൻ അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് അവിടെ പോയി പിതാവിനെ കണ്ടു, അച്ഛനെ കണ്ടു. അച്ഛനും എനിക്ക് പിതാവ് കൊന്ത തന്നു, പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു വിട്ടു. അച്ഛൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്തെ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛൻ്റെ ഏതോ ഒരു ശിഷ്യൻ വൈദികൻ അമേരിക്കയിലോ മറ്റോ പോയി വന്നപ്പോൾ കൊടുത്ത വളരെ മനോഹരമായ ഒരു കുരിശുരൂപമാണ്. അത് അച്ഛൻ എനിക്ക് തന്നിട്ട് പറഞ്ഞു, സാറ് ഈ കുരിശുരൂപം കൊണ്ടുപോയി നിയമം അനുവദിക്കുമെങ്കിൽ ഇത് സാറിൻ്റെ മേശപ്പുറത്ത് വെച്ചാൽ മതി. വെച്ച് നിന്നു. അത് എപ്പോഴും ഒരു ബലമായിരിക്കും. ഞാനത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി എൻ്റെ മേശപ്പുറത്ത് അത് വെച്ചു. പിന്നീട് MG യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അവിടെയും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ മേശപ്പുറത്ത് ഈ കുരിശുരൂപം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഡൽഹിയിൽ പോയി എൻ്റെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ്റെ ഓഫീസിലും എൻ്റെ മുറിയിലെ മേശപ്പുറത്ത് ഒരു കുരിശുണ്ട്. അതോടൊപ്പം തന്നെ അച്ഛൻ അന്ന് എന്നോട് പറഞ്ഞു, ക്രൈസിസ് വരുമ്പോൾ സാറേ 91 സങ്കീർത്തനം എടുത്ത് വായിച്ചാൽ മതി. രാവിലെയും വൈകുന്നേരവും അത് വായിച്ചു. അന്ന് മുതൽ എനിക്ക് അതിനു മുമ്പ് തന്നെ സങ്കീർത്തനങ്ങളോട് എൻ്റെ അമ്മയുടെ അപ്പൻ ഈ സങ്കീർത്തനങ്ങളുടെ ഒരു ആരാധകനായിരുന്നു. അദ്ദേഹം വളരെ നേരത്തെ എഴുന്നേറ്റ് 4 മണി 4:30 മണിക്ക് എഴുന്നേറ്റ് നേരം വെളുക്കുന്നത് വരെ ഈ സങ്കീർത്തനങ്ങൾ വളരെ ഹൃദ്യമായ പദ്യശൈലിയിൽ അദ്ദേഹം ഉറക്കെ പാടി പ്രാർത്ഥിച്ചിരുന്നത് ഞാൻ ഓർമ്മിക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ നമുക്ക് നൽകുന്ന അസാമാന്യമായ ഒരു ശക്തിയുണ്ട്. നമ്മൾ പറയുന്ന ഒരു ബൂസ്റ്റാണത്. അത് നമ്മൾ അതിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരനുഭവമാണ്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രതിസന്ധികളിൽ എന്നെ നടത്തിക്കൊണ്ടുപോയത് ഈ വേദപുസ്തകവും എൻ്റെ വിശ്വാസവും ഈ സങ്കീർത്തനങ്ങളുടെ ആവർത്തനവും ഞാൻ എപ്പോഴും നോക്കി ആശ്രയിച്ച് പ്രാർത്ഥിച്ചിരുന്ന ഈ കുരിശുമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു.